പാർലമെൻറ്റ് ഡിബേറ്റ് നിങ്ങൾക്കറിയാം. ഈ പറയുന്ന എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നീറ്റുമായി ബന്ധപ്പെട്ട് പുതിയൊരു കമ്മിറ്റി ഫോം ചെയ്തു. അതിനെപ്പറ്റി ചില അമെൻമെൻറ്റ് കൊണ്ടുവരുന്നു, പുതിയ ബില്ല് കൊണ്ടുവരുന്നു, അതിനെപ്പറ്റി ഡിബേറ്റ് കിടക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കീ പോയിന്റുകളുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലുണ്ടായതാണ്. അതായത് എൻ്റെ ജനറേഷനും എന്നെ വീഡിയോ കേൾക്കുന്ന നമ്മുടെയൊക്കെ ജനറേഷനിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത പലതുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പറയുന്ന വർഷിപ്പ്. വെറുതെ ആൾക്കാരെ അന്ധഭക്തി മൂത്ത് ആരാധന കൊണ്ട് നടക്കുക, ഒരു കാര്യവുമില്ലാതെ 4ാം ക്ലാസ്സും ഗുസ്തിയുള്ളവനൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടു കടന്നു. ഇത് എനിക്കും പറ്റിയ തെറ്റാ. ഞാനത് ഇട്ട് പറയുന്നു. ഞാൻ ഈ മോദിയെ സ്തുതിച്ചിട്ടുണ്ട്, അതിൽ എൻ്റെ തെറ്റാണ്, ഞാനത് സമ്മതിച്ചു തരുന്നു. അതാണ് ജെൻസി. അതവർ മാറ്റി തന്നു, അതായത് തെറ്റ് തിരുത്തി തന്നു. ഇത് തെറ്റാണ് നിങ്ങൾ കാണിച്ചത്. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ പ്രസംഗത്തിൽ. ഏകദേശം 4-5ഓളം പോയിന്റുകൾ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞത്. ഈ പറയുന്ന ഇന്നത്തെ പാർലമെൻറ്റ് ഡിബേറ്റ്, ലോക്സഭ ഡിബേറ്റ് നിങ്ങൾ കേട്ട് കാണും. അതായത് തരുൺ ഗൊഗോയ് പറയുന്നു ഈ പറയുന്ന സയൻറ്റിഫിക് ടെമ്പർ, അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി എന്നെ പറയുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം നശിപ്പിച്ചത് ഈ പ്രധാനമൊന്നുമല്ല, ഈ RSS ആണ്. കൃത്യമാണ്. അത് ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. കാരണം RSS നശിപ്പിക്കും. അപ്പം ഇതിങ്ങനെ പോകുന്നു. അതായത് മനസ്സിലാക്കുക, ഏറ്റവും പ്രധാനം, നേരത്തെ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന പാർട്ടി തുടങ്ങി കഴിഞ്ഞപ്പം ജനാധിപത്യം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് എക്സിറ്റ് ഉണ്ട്. ഈ പ്രഷർ ഇങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇഷ്ടം പോലെ ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസിനൊക്കെ സൊല്യൂഷനും ഉണ്ട്. പക്ഷെ നമ്മൾ ഭരിക്കുന്നവരും അഡ്മിനിസ്ട്രേഷനും ആ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം. അവിടെയാണ് മോദിയും മോദിയുടെ കൂട്ടരും BJPയും RSSും അട്ടിപതറിപ്പോയത്. നിങ്ങളതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കണം. 1.5 വർഷം മുമ്പ് ഞാനിത് പ്രഡിക്റ്റ് ചെയ്തു. മോദിയുടെ നാളുകൾ മോശമാകാൻ പോകുന്നു, എക്കോണമി തകരുകയാണ്. അപ്പം പല ആൾക്കാരും, അത് ഞാനിപ്പം ഈ ഫേസ്ബുക്കിനകത്ത് എന്തെങ്കിലും മോദിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BJPയോ RSSനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തെറി എന്നെ വിളിക്കുന്നത്. അതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാനതിടുമ്പോൾ, ഞാൻ അതേപോലെ പറയുമ്പോൾ നിങ്ങൾ എന്നെ അതേപോലെ പ്രതികരിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ് ഇഷ്യൂ എന്ന് പറയുന്ന അതിന് തക്കതായ മറുപടി തരാൻ ഈ പറയുന്ന ഒരൊറ്റ കിഴങ്ങന്മാർക്കും അറിയത്തില്ല. അതാണ് ഇന്ന് പാർലമെൻറ്റിൽ കണ്ടത്. മോദിയെയും കൂട്ടരെയും കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളഞ്ഞു. ഈ പറയുന്ന പ്രതിപക്ഷം ഉന്നയിച്ച ഒരൊറ്റ കാര്യത്തിന് ഇവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയോ? ഇതാണ് ഇഷ്യൂ. അതേപോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ CJPയുടെ 2ാം സമരം 2.0 ഇത് ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കുകയാണ്. ഇന്ത്യ പുകയുകയാണ്. ഞാൻ വെറുതെ അല്ല പറയുന്നത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് ഭോപ്പാലിൽ ഈ പറയുന്ന ഫാർമേഴ്സ് ഭയങ്കര സ്ട്രൈക്കിലോട്ട് അങ്ങ് പോയി. See the video in Bhopal. ഇപ്പോൾ ഭോപ്പാലിൽ എന്താണ് ഈ പറയുന്ന ഫാർമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ഫർട്ടിലൈസർ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് അല്ല. BJPയുടെ നേതാക്കൾ അത് നിയന്ത്രിക്കുന്നു. യഥാർത്ഥ ഫാർമേഴ്സിന് ഫർട്ടിലൈസർ കിട്ടുന്നില്ല. അതേപോലെ പലതിനും താങ്ങുവില എന്ന് പറഞ്ഞാൽ താങ്ങുവില കിട്ടുന്നില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇന്ത്യയുടെ വെതർ മോശമായിപ്പോയി ഇപ്രാവശ്യത്തെ. ആ വെതർ മോശമായി കഴിയുമ്പോൾ ഉറപ്പായിട്ടും കർഷകന് അടി കിട്ടും. അപ്പം ഒരു ഭാഗത്ത് മധ്യപ്രദേശിലെ കർഷകർ, നമ്മൾ മധ്യപ്രദേശ് കർഷകരെ പറ്റിയും ഈ ഒരു പ്രൊട്ടസ്റ്റിനെ പറ്റി ആരും കേട്ടിട്ടില്ല.
എന്താ ഇത് പെട്ടെന്ന് പൊങ്ങി വന്നത്? ഇപ്പം ഇവിടുത്തെ ഗോധി മീഡിയയും ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതാണ് കാര്യം. കാരണം അവന് പിടികിട്ടി ഈ വരാൻ പോകുന്നത് മോദിക്കെതിരെയാണ് ഇന്ത്യ. മോദി തെറിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങൾ വേണമെങ്കിൽ കുറിച്ച് വെച്ചോളൂ. അടുത്ത ഇപ്പം മൺസൂൺ സെഷനാണ് നടക്കുന്നത് പാർലമെൻറ്റിൻ്റെ. നവംബറിൽ അവസാനം ഇതിൻ്റെ വിൻ്റർ സെഷൻ നടക്കും. വിൻ്റർ ആകുമ്പോഴേ എൻ്റെ ഒരു പ്രതീക്ഷ, അതായത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മോദി കാണത്തില്ല, അമിത്ഷായും കാണത്തില്ല. കാരണം ഇന്ത്യ മുഴുവൻ ഇത് തിളയ്ക്കുകയാണ്. കാരണം ജോലിയില്ല. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. അതായത് വീട്ടിൽ ഈ സെപ്റ്റോയിലും ഈ ബ്ലിങ്കിറ്റിലും ഒക്കെ ഡെലിവറി ചെയ്യുന്നൊരു പയ്യനുണ്ട്. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഇവനുമായിട്ട് പരിചയപ്പെട്ടതിനോട് പറഞ്ഞ് അവൻ്റെ റേറ്റിംഗ് കൊടുക്കണം. അപ്പം ഞാൻ ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്. ഇപ്പം യു പിയുടെ ഒരു ഭാഗത്തു നിന്ന് വന്നേക്കും. അവൻ്റെ അപ്പൻ കർഷകന്. പക്ഷെ അവൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല ഇവൻ അവൻ്റെ അപ്പൻ ലോണും എടുത്ത് അവിടെ ഗോൾഡും ഒക്കെ പണയം വെച്ചൊക്കെയാണ് ഇവനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്. അവൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അവന് എന്തോ നല്ല ജോലിയാണ് ഡൽഹിയിൽ നിന്നും പറഞ്ഞ് ഇവിടെ ഈ ബ്ലിങ്കിറ്റിലും സെപ്റ്റോയിലും ഒക്കെ ഡെലിവറി ചെയ്യുകയാണ്. ഇതാണ്. അപ്പം ഒരുത്തിൻ്റെ കാര്യമില്ല. ഇതേപോലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ സ്ഥിതി ഇതാണ്. ജോലിയില്ല. അതാണ് മോദി എന്ന് പറഞ്ഞ മണമണ്ടൂസ്. അയാൾക്ക് മനസ്സിലാകാതെ പോയത്. ഇത്രയും ചെറുപ്പക്കാർ വരും, ജോലി വേണം. ഇവിടെ കമ്പനികൾ അടയ്ക്കുകയാണ്, ജോലിയില്ല. ഇത് യാഥാർത്ഥ്യമാണ്. അപ്പം ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ 4 ദിവസം, ഇവനെ ഞാൻ 3-4 ദിവസം കണ്ടില്ല. ഇവനെവിടെ ആയിരുന്നു? ജന്തർ മന്ദിറിലായിരുന്നു. ഈ പറയുന്ന ഇതിന് പങ്കെടുക്കാൻ പോയതാണ് സംഭവം. അപ്പം അവൻ്റെ പരിപാടി എന്ന് പറയുന്നത് അവനവിടെ ഒരു വോളണ്ടിയർ ആയിരുന്നു. ഈ രാത്രി മുഴുവനും, അതായത് അവിടെ താമസിച്ച് കിടന്നുറങ്ങിയിട്ടാണ് ഇവനതിൽ പങ്കെടുത്ത്. മനസ്സിലാക്കുക, ഇവൻ്റെ അപ്പനൊരു BJPയുടെ കാര്യകർത്ത RSSകാരനൊക്കെയാണ്. അപ്പം അവർക്കൊന്നും അറിയത്തില്ല ഇവന് ഈ സമരത്തിന് പോയി എന്നുള്ളത്. അവൻ പറഞ്ഞിട്ടുമില്ല. അവർക്കറിയത്തില്ല ഇവൻ്റെ ജോലി ഇതാണെന്ന് പോലും. ഇതേപോലെയുള്ള എത്രയോ ലക്ഷം യൂത്ത് ചെറുപ്പക്കാരുണ്ട്. ഇതാണ് സ്ഥിതി. അപ്പം നിങ്ങൾ ആലോചിച്ച്, പല ആൾക്കാരും ഇഷ്ടം പോലെ, അപ്പോൾ ഒരു എൻജിനീയറിങ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു കുട്ടി നമ്മുടെ കുടുംബത്തിലായാലും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വിചാരിക്കൂ, അതായത് ഇപ്പം കർഷകനാണ്, അപ്പം അയാളുടെ കുട്ടി ഇതേപോലെ ബ്ലിങ്കിറ്റിലും ഈ ഊബറിലും ഓടിക്കാൻ പോകണം. അതിനുവേണ്ടിയാണ് അവനെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിപ്പിച്ചത്. ഒരിക്കലും അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം അവർക്ക് പ്രതീക്ഷയാണ് മുമ്പോട്ട് ചെറുക്കൻ പോകും, ആ കുടുംബത്തെ നയിക്കും, ആ വീടിന് കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കും. ഒരു നോർമൽ ഇന്ത്യക്കാരൻ, മിഡിൽ ക്ലാസ്സിൽ ലോവർ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു ധാരണ ഇതാണ്. അപ്പം അത് തകരുവാണ്. അതാണ് പ്രതീക്ഷ തകർന്നു. മോദി കൊടുത്ത പ്രതീക്ഷ മുഴുവനും കപടതയായിരുന്നു, അത് മുഴുവനും കള്ളമായിരുന്നു. ഈ പ്രതീക്ഷ അങ്ങ് തകർന്നു. ഇപ്പം ഞാനിത് ശരിക്കും വാച്ച് ചെയ്യുന്നയാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇതിവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല, ഇത് മോദിയെ കൊണ്ടേ പോകത്തുള്ളൂ. ഇതാണ് അതിൻ്റെ കാരണം. ഇത് ആരെങ്കിലും പ്രതീക്ഷിച്ചോ CJPയുടെ പ്രൊട്ടസ്റ്റ് ഇത്രയും വലിയ സംഭവമായിട്ട് വരുമെന്ന്? പക്ഷേ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. കാരണം ഇവിടുത്തെ യൂത്തിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി മോദി ഗവൺമെൻറ്റോ BJPയോ അവരുടെ ആരും തയ്യാറാവുന്നില്ല. ഇപ്പോഴാണ് മോദിക്ക് പിടികിട്ടിയത് ഈ സംഭവം പിച്ചുമാറി. ഇപ്പം മോദിയെ വിമർശിച്ചു, പാർലമെൻറ്റിൽ വിമർശിച്ചു, മോദിയുടെ പേരെടുത്ത് വിമർശിച്ചു. മോദിയെ 3-4 പ്രാവശ്യം രാഹുൽ ഗാന്ധി ഇഡിയറ്റ് എന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ പപ്പു എന്നാണ് വിളിക്കുന്നത്, തിരിച്ച് ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഒരു കഥയിൽ കൂടെ ഇഡിയറ്റ് എന്നാക്കി കൊടുത്തു. അപ്പം ഇവിടുത്തെ BJPക്കാരന്മാർക്കും ഈ പറയുന്ന മോഡി ഭക്തന്മാർക്കും ഒന്നും ദഹിക്കത്തില്ല. എന്താ കാര്യം എന്താണെന്നറിയോ? കാരണം അവൻ ദൈവമായിട്ട് കണ്ടുവെച്ചുകൊണ്ടിരിക്കുക ഈ സാധനത്തെ. ഇയാൾ ദൈവവും അല്ല, ഒരു കുന്തവുമല്ല, ഒരു തേർഡ് റേറ്റഡ് ആണെന്ന് എല്ലാവർക്കും പിടികിട്ടി. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് പിടികിട്ടി. ചെറുപ്പക്കാർക്ക് പിടികിട്ടിയാൽ മതി, അതവരുടെ വീട്ടിൽ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇന്ത്യയുടെ സ്ഥിതി. ചെറുപ്പക്കാർക്ക് പിടികിട്ടിയാൽ മതി. ഇവിടുത്തെ സ്കൂൾ കുട്ടികൾക്കും സ്റ്റുഡൻസിനും പിടികിട്ടിയാൽ മതി. അവർക്ക് ശരിക്കും കൺവിൻസ് ചെയ്യാൻ പറ്റും അവരുടെ വീടുകളിൽ.
കാരണം അധികം പേരും കുട്ടികൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന് അവരുടെ വീടുകളിൽ പറയാതാണ്. കാരണം എൻ്റെ തലമുറയിലുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മൾ പറയുമോ ഒരു കുട്ടിയോട് പോയി സമരം ചെയ്യാൻ പറയുമോ? ഒരിക്കലും പറയത്തില്ല. വെയിറ്റ് ചെയ്യുക, ചാൻസ് വരും. പക്ഷെ അതാണ് ഇന്നത്തെ ജെൻസി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ തലമുറ അത് പഠിച്ചിട്ടില്ല. അതാണ് നമ്മൾ തിരുത്തിയ തലമുറയാണ് ഈ ജെൻസി. അതായത് വലിയ തിരുത്തൽ നടത്തി തന്നു. അതേപോലെ വേറെ സംഭവമുണ്ട്, ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കീ പോയിന്റ്. എപ്പോഴും മോദി ഗവൺമെൻറ്റും BJPയും അവരെ അറ്റാക്ക് വരുമ്പോൾ ഡിഫെൻസീവ് എന്തുവാണ്? മുസ്ലിമിലോട്ടങ്ങ് കയറും, പാകിസ്ഥാനിലോട്ടങ്ങ് കയറും, ജിഹാദിലോട്ടങ്ങ് കയറും, അതേപോലെ ദളിറ്റ്സ് ഇഷ്യൂലോട്ടങ്ങ് കയറും. അതില്ലാതായി. അതുകൊണ്ട് മനസ്സിലാക്കണം, അതായത് വീഡിയോ കേൾക്കുന്ന പല മുസ്ലിങ്ങളും മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കാരണവശാലും ഈ ജമാഅത്ത് ഇസ്ലാമിയെ എൻ്റർടൈൻ ചെയ്യരുത്. ഒരു കാരണവശാലും സുഡാപ്പികളെ എൻ്റർടൈൻ ചെയ്യരുത്. അതിനെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്താൽ ഈ പറയുന്നത് തിരിച്ചടിക്കും. അത് നിങ്ങൾ കണ്ടതാണ് ഈ ജെൻസിയുമായിട്ടുള്ള മാർച്ചിൽ. എത്രമാത്രമാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. തൊപ്പിയുള്ളവനെ അറ്റാക്ക് ചെയ്യുന്നു, അതേപോലെ ഖാലിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നു. അതിനെല്ലാം തൂത്തെടുത്ത് ഊറക്കളഞ്ഞു. അതാ പറഞ്ഞ് ആ കൺഫ്യൂഷനിലോട്ട് പോകരുത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹമാസ് അല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇവിടുത്തെ ഇഷ്യൂ പാലസ്തീനാണ്. ആ രീതിയിലാണ് പോകേണ്ടത്. ഇറാൻ്റെ ഭരണകൂടത്തെ അല്ല പിന്തുണയ്ക്കേണ്ടത്, ഇറാനിലെ ജനങ്ങളെയാണ് പിന്തുണയ്ക്കേണ്ടത്. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന അറബ് രാജ്യങ്ങളെയാണ് പിന്തുണയ്ക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ടെറർ ആക്ടിവിറ്റീസിനെ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക. ഇത് നിങ്ങൾക്ക് കിട്ടിയ പാഠം കൂടാണ്. എന്നാൽ നിങ്ങൾക്ക് ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് മോദിയെ കൂട്ടി ഇനി അത് പറയണ്ട, ഇവിടുത്തെ ഗോദി മീഡിയ പറഞ്ഞ് ഇനി അത് പറയണ്ട, ഞങ്ങൾക്കറിയാവരാരാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഇനി ആ വാക്ക് ഉപയോഗിക്കരുത് ജിഹാദ്. ആ വാണിംഗ് നിങ്ങളും കൂടെ അക്സെപ്റ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്കും കൂടെ തരുന്നത് ഒരു ലിറ്ററലി ഒരു അഡ്വൈസാണ്. ആ ഒരു സംഭവത്തിൽ നിന്നും പിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ അതിലോട്ടെടുത്ത് ചാടരുത്. അതാണ് ചാപ്റ്റർ നമ്പർ 1 ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്, ഇന്ത്യക്കാരാണ്. അതിനകത്ത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ ബ്രാഹ്മൺ എന്നോ ദളിത് എന്നോ ആദിവാസി എന്നോ സിഖ് എന്നോ ഒന്നുമില്ല. പക്ഷെ അതിനകത്തോട്ട് ഈ സാധനം കൊണ്ടുവന്ന് കഴിയുമ്പം അവന്മാർക്ക് നിങ്ങൾ ചാൻസ് കൊടുക്കുകയാണ്. ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അത് തലയിലിടുക. അതുകൊണ്ട് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. യൂത്തുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ചെറുപ്പക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫ്രസ്ട്രേഷൻ, കാരണം അവർക്കറിയാവുന്ന വസ്തുതയും എനിക്കറിയാവുന്ന, അതായത് ഇത് കേൾക്കുന്ന പലരും, അതായത് പല ആൾക്കാരും ഞാൻ മോദിക്കെതിരെ വിമർശിച്ചു കഴിഞ്ഞ സമയത്ത് പല ആൾക്കാരും എന്നെ വിളിച്ച് അത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, മോദിയാണോ മാടയാണോ കോടയാണെന്നൊക്കെ പറഞ്ഞു. പല ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ തന്നെ അമേരിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ അവർ മോദി ഒരു ഫാനായിട്ട് നിങ്ങളാ പറഞ്ഞ ആ മാറ്റരുതെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ 7-8 ദിവസമായിട്ട് എന്നെ തിരുത്താൻ വന്ന പല ആൾക്കാരും അവരിപ്പം കൺവിൻസ്ഡായി മോദിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും കപടശാലിയായ കള്ളത്തരം പറഞ്ഞ ഒരു പ്രധാനമന്ത്രി. കാരണം എന്നെ മാത്രമല്ല, കാരണം ഞാൻ പറഞ്ഞു ഞാനും മോദി അനുകൂലിച്ചയാളാണ്, ഇവരും അനുകൂലിച്ചയാളാണ്. അവിടെയാണ് തെറ്റുപറ്റി എന്നുള്ള സംഭവത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത്. അതായത് തെറ്റ് തിരുത്തുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംഭവം ഇന്ത്യയിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു മിഡിൽ ക്ലാസ്സിനകത്തും ഹിന്ദു ലോവർ മിഡിൽ ക്ലാസ്സിനകത്തും ഇന്ത്യക്കാർക്ക് തെറ്റുപറ്റി. ഇത് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ കണ്ടോണം. ഉത്തർപ്രദേശ്, അവിടെയും സ്കൂളിലാണ് പ്രശ്നം. അവിടുത്തെ കുട്ടികൾ പുറത്തിറങ്ങി, കാരണം സ്കൂളിൽ ടീച്ചേഴ്സ് ഇല്ല. കാരണം മോദി ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന അവർക്കിത് സ്കൂളിനോട് താല്പര്യമില്ലല്ലോ. 4ാം ക്ലാസ്സുകാരൻ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ എന്ത് സ്കൂള്, എന്ത് നീറ്റ് എക്സാമിനേഷനാണ്. 16ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന് മൾട്ടിപ്പിൾ പാർട്ട്ണറുമായിട്ട് കറങ്ങിയ കങ്കണ റണൌത്തിന് എന്ത് നീറ്റ് എക്സാമിനേഷനാണ്, എന്ത് ഫ്യൂച്ചറാണ്. ആലോചിച്ച് നോക്കുക.
അപ്പം ഇതെല്ലാം കൂടെ വെക്കുമ്പോൾ നിങ്ങൾ യു പിയുടെ വീഡിയോ നോക്കുക, ഫത്തേപൂരിൽ എന്താ നടക്കുന്നത്. बच्चों किरण मारा और शौचालय कोई साफ सफाई नहीं, जर्जर हालत स्कूल बच्चों को खाना में सही ढंग का मिलता नहीं। और हम लोग सब लोग मिलकर धरना दिए तो शिक्षकों को कोई तरह आगे नहीं आने दे रहा, उनको रोक रहा है। हम सब बच्चे हमने हैं तो उनके ऊपर दबाव बना रहे सब, धमकी दी जा रही प्रधानाचार्य को उसमें होनी चाहिए नहीं चाहे। हम इसके पहले आराम किया, अभी किया, कोई हमारी सुनाई नहीं हो। हमको फेल करने कोई बच्चा जाता है इसकी फेल करने डालते बिल्कुल आप बोल सकते हो, कोई बच्चे जाता फेल करने बताइए बताइए। मतलब सब लड़के संतुष्ट इस चीज लिए कहीं पे आपने पहले शिकायत किया कि नहीं कि इसके बाद അപ്പം മനസ്സിലാക്കുക, മൈസൂറിൽ പ്രശ്നമുണ്ട്, അവിടെ കർഷകർ പ്രശ്നമുണ്ടാക്കുന്നു, പഞ്ചാബിൽ വേറൊരു പ്രശ്നമുണ്ടാകുന്നു, തെലുങ്കാനയിൽ പ്രശ്നമുണ്ടാകുന്നു, ഇന്ത്യ മുഴുവനും പ്രശ്നത്തിലോട്ട് പോവുകയാണ്. അൺട്രസ്റ്റ് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. മനസ്സിലാക്കുക, മോദിയുടെ ഇന്ത്യ മാറുന്നു, ജനാധിപത്യ ഇന്ത്യ തിരിച്ചു വരുന്നു. മോദിയെ തൂക്കിയെടുത്തെറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഒരു 3-4 ദിവസം മുമ്പ് ഡൽഹി പോലീസിലെ സീനിയർ ACP, അദ്ദേഹം ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച്, അയാൾ പറഞ്ഞ് എനിക്കൊന്ന് കാണണം വീടിന് പുറത്തോട്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഇഷ്യൂയോ കേസോ വല്ല പ്രശ്നമായിരിക്കും. ഞാൻ കഫേ കോഫി ഡേയിൽ വന്നു, അയാൾ എന്നെ കാണാൻ വന്നു. അയാൾ എന്നോട് പറയുകയാണ്, ഞാൻ വിദേശ പത്രക്കാർക്ക് തെറ്റായിട്ട് ഫീഡ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ഈ ഫോറിൻ മീഡിയ ജേർണലിസ്റ്റുകൾ ഇന്ത്യയിലൊക്കെ വരും. പല ആൾക്കാർക്ക് അത് സുഹൃത്തുക്കളുണ്ട്, എനിക്ക് സുഹൃത്തുക്കളുണ്ട്, പിന്നെ പല ആളുടെ റെഫറൻസ് വരും. ഉറപ്പായിട്ടും ഇവരെങ്ങനെയാണ് ഫീഡും കൊണ്ടുവന്നത് അതിനെ ഞാൻ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. സത്യം, ഇവരൊക്കെ ഫോൺ ചെയ്ത് പല കാര്യങ്ങളും ചോദിക്കും. കാരണം ഇവിടുത്തെ ഗോതി മീഡിയ പറയുന്ന മുഴുവനും കള്ളവാദം ഞാൻ അക്കമിട്ട് നേരത്തെ കാണിച്ചു കൊടുക്കും. അപ്പം അയാളും പറയുകയാണ്, ഞാൻ അവരോട് ചെയ്യുന്ന ഫീഡ്ബാക്ക് തെറ്റ്, മോദിക്കെതിരെ പറയരുത്. ഞാൻ പറഞ്ഞു, താൻ തൻ്റെ പാട് നോക്കിപ്പോകും. ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് വ്യൂ ഉള്ള ഒരാളാണ്. ഇന്ത്യയാണ് എൻ്റെ ലക്ഷ്യം, അല്ലാതെ മോദി എൻ്റെ അപ്പനോ എൻ്റെ ദൈവമോ ഒന്നും അല്ല. അതായത് എനിക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്, ആ ജനാധിപത്യത്തിൽ ഞാൻ ജീവിച്ചവനാണ്, ആ രീതിയിൽ തന്നെ പോകും. അത് തന്നെ ആയിരിക്കണം. ഭയന്നിരിക്കുന്ന പല ആൾക്കാരോട് ഞാൻ പറയുകയാണ്, ഇതൊന്നും കണ്ട് നിങ്ങൾ വിരളരുത്. ഇതൊക്കെ ഇവന്മാരുടെ ചുമ്മാ ജാടയും പരിപാടിയും മാത്രമാണ്. നമ്മൾ ജനാധിപത്യ ഇന്ത്യയിൽ എതിർത്ത് ഇവന്മാരോട് തർക്കിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല. ഇത് ഹിന്ദുത്വവാദികളുടെ ഇന്ത്യ അല്ല, ഇത് ഇന്ത്യക്കാരുടെയാണ് ഇന്ത്യ. അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇൻക്ലൂസീവാണ്, ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇന്ത്യ ഹിന്ദുക്കളുടെ എന്നുള്ള വാദം എടുത്ത് ചവിട്ടിയെടുത്ത് ദൂരെ കളയുക. ഇന്ത്യ ഇന്ത്യക്കാരുടേതാണുള്ള ധാരണ വരുത്തുക. ഒരൊറ്റ സംഭവം മതി, നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. നമ്മളെ തളർത്താൻ ഈ പറഞ്ഞ യുവന്മാരെ കൊണ്ട് തലകുത്തി മറിഞ്ഞാലും ഒരു പുല്ലും നടക്കില്ല എന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കും. അതിൻ്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്.